പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകമായ കുഞ്ഞുണ്ണിക്കാലത്തിൽ നിന്നും 6-ാമത്തെ അധ്യായം വൈദ്യൻ വിധിച്ചത്. അധ്യായം 6 വൈദ്യൻ വിധിച്ചത്. ബീച്ച് റോഡിലാണ് എൻ്റെ ബാങ്ക്. 10 മണിക്ക് അല്പം മുമ്പ് ബ്രാഞ്ചിലെത്തുക, കൃത്യം 5 മണിക്ക് മൂടും തട്ടി ഇറങ്ങുക. മറ്റു വേവലാതികളൊന്നുമില്ലല്ലോ ഗുമസ്തന്മാർക്ക്. കവിതയുടെ അസ്കിതയുള്ള ഒരാൾ കൂടിയുണ്ട് ബ്രാഞ്ചിലെന്ന് അധികം വൈകാതെ മനസ്സിലായി. ആബിദ്. പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറത്താണ് വീട്. ആബിദ് പള്ളിപ്പുറം എന്ന പേരിൽ എഴുതാറുണ്ട്. ആബിദ് ബ്രാഞ്ചിനടുത്തുള്ള ലോഡ്ജിൽ താമസിക്കുന്നു. എന്നേക്കാൾ 2 വയസ്സിന് ഇളപ്പം. സൗമ്യൻ, മിതഭാഷി, എങ്കിലും കഥകൾ പറഞ്ഞു ഫലിപ്പിക്കാൻ മിടുക്കൻ. അയാൾ പറയുന്ന തമാശകൾ കേട്ട് ഞാൻ പൊട്ടിച്ചിരിക്കും. ആശാൻ പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ നിശബ്ദനായിട്ടിരിക്കുന്നുണ്ടാവും. അയാൾ എഴുതിയ കവിതകൾ എനിക്ക് കാണിച്ചു തന്നു. നല്ല ഭാഷ, ലളിത മനോഹരം. ഗാനങ്ങളും എഴുതും. ആൾ കുഴിമടിയനാണെന്ന് എനിക്ക് ക്രമേണ മനസ്സിലായി. പണ്ട് തമിഴൻ പറഞ്ഞ പോലെ നിനൈത്താൽ പുലിയെ പിടിപ്പേൻ, ആനാൽ ഉയിര് പോനാലും നിനയ്ക്ക മാട്ടേൻ. ആബിദിൻ്റെ ലോഡ്ജിൽ ഒഴിവില്ല. വഴിയെ ശ്രമിക്കാമെന്ന് അയാൾ. ടൗണിൽ നിന്ന് 4-5 കിലോമീറ്റർ ദൂരമുണ്ട് മീൻചന്തയിലേക്ക്. ബസ് യാത്ര ഒഴിവാക്കാൻ പറ്റില്ല. ബന്ധു ദിവസമാണെങ്കിൽ കുത്തനെ നടക്കേണ്ടി വരും. ആബിദേ, അത് സാരല്ല. കുഞ്ഞുണ്ണി മാഷിൻ്റെ അടുത്താണല്ലോ ലോഡ്ജ്. വല്ലപ്പോഴും മാഷെ കാണാലോ. അത് ശരിയാണെന്ന് ആബിദും സമ്മതിച്ചു. പക്ഷേ ആബിദിനും പരിചയമുണ്ട്. ഞാൻ മീൻചന്തയിൽ താമസമാണെങ്കിൽ ആബിദിനും ഇടയ്ക്ക് എൻ്റെ കൂടെ മാഷെ കാണാൻ വരാം. കല്യാണപ്രായമെത്താത്ത പയ്യന്മാരാണല്ലോ ബ്രാഞ്ചിലേറെയും. 5 മണിക്ക് ബാങ്കിൽ നിന്നിറങ്ങി ടൗണിൽ ചുറ്റിക്കറങ്ങുകയാണ് അവരുടെ സ്ഥിരം വിനോദം. ഞാനും കൂട്ടത്തിൽ കൂടി. 6-6:30 വരെ അലഞ്ഞു നടന്ന് ഞാനും ആബിദും ഭക്ഷണം കഴിക്കാൻ കയറുന്നു. കോഴിക്കോടൻ ഭക്ഷണം കിട്ടുന്ന നാടൻ ഹോട്ടലുകളുണ്ട് ടൗണിലെ ഇടറോഡുകളിൽ. പുട്ട്, കടല, ചെറുപയർ, പപ്പടം, പൊറോട്ട, മുട്ട റോസ്റ്റ്, ബീഫ് ഫ്രൈ, കിഴങ്ങുകറി. ഏത് കോമ്പിനേഷൻ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ആഹാരം കഴിഞ്ഞ് ഞാൻ ബേപ്പൂര് ബസ് കയറി മീൻചന്തയിലേക്ക്. നേരെ കുഞ്ഞുണ്ണി മാഷിൻ്റെ മുറിയിലേക്ക്. ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ തെക്കേ അറ്റത്തെ മുറി മാഷിന് സ്വന്തം. ഞാൻ ചെല്ലുമ്പോൾ മാഷ് തൻ്റെ കൊച്ചു ചാരുകസേരയിൽ ഒറ്റത്തോർത്ത് മാത്രമെടുത്ത് അങ്ങനെ ചാരിയിരിക്കുന്നുണ്ടാവും. കസേര കയ്യിൽ വെച്ച എഴുത്തുബോർഡിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് തപാലിൽ വന്ന ആനുകാലികങ്ങൾ മറിച്ച് നോക്കിക്കൊണ്ട്. 4 മണി കഴിഞ്ഞാൽ മാഷ് ഫ്രീയാണ്. സ്കൂൾ വളപ്പ് വിജനമാകുന്നു. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ അവരവരുടെ മുറികളിൽ എഴുത്തും വായനയുമായി കഴിയുന്നു. ആശ്രമത്തിൻ്റെ ചിട്ടകൾ ആരും പറയാതെ തന്നെ പാലിക്കുന്നു. ഈ സമയത്താണ് സന്ദർശകരുടെ വരവ്. പ്രശസ്തരും അപ്രശസ്തരുമായവരും ചെറുപ്പക്കാരും പ്രായമേറിയവരും മാഷെ കാണാൻ എത്തുന്നു. അക്ബർ കക്കട്ടിൽ, രഘുനാഥ് പാലേരി, പോൾ കല്ലനോട്, NVP ഉണിത്തിരി, MR രാഘവ വാര്യർ, NM നമ്പൂതിരി, സുരാസു, ജ്യോതിഷ പണ്ഡിതൻ പയ്യന്നൂർ, VPK പൊതുവാൾ, അങ്ങനെ എത്ര പേർ. ഇവരെ ഞാൻ പരിചയപ്പെടുന്നത് മാഷിൻ്റെ മുറിയിൽ വെച്ചാണ്. പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ അവരും മാഷുമായി സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഞാൻ മുറിയിൽ ഒതുങ്ങിയിരിക്കും. പലപ്പോഴും ഇവർ യാത്ര പറഞ്ഞു പോകുമ്പോഴാണ് ഇതാരാണ് മാഷേ എന്ന് ഞാൻ ആരായുന്നത്. പരിപാടികൾക്ക് ക്ഷണിക്കാൻ വരുന്നവരെയും കാണാം ഈ സമയത്ത്. ശനിയും ഞായറും മിക്കവാറും മാഷ് ആശ്രമത്തിലുണ്ടാവില്ല. കവി സമ്മേളനങ്ങൾ, സാംസ്കാരിക യോഗങ്ങൾ, സാഹിത്യ സമ്മേളനങ്ങൾ. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് ബസ് കയറുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് തിരിച്ചെത്തുക. നേരെ ബാങ്കിലേക്ക്. വൈകിട്ട് പതിവ് പോലെ മാഷിൻ്റെ മുറിയിലെത്തുന്നു. മാഷ് എപ്പോൾ പുറത്തു പോകുമ്പോഴും ടൗണിലേക്കായാലും അടഞ്ഞു കിടക്കുന്ന വാതിലിൻ്റെ ഓടാമ്പലിൽ ഒരു കടലാസ് മടക്കി വെച്ചിട്ടുണ്ടാവും. പുറത്തു പോകുന്നു, ഇത്ര മണിക്ക് തിരിച്ചു വരും. ദൂരയാത്രയാണെങ്കിൽ എന്ന് എപ്പോൾ മടങ്ങി വരുമെന്ന് കടലാസിൽ കുറിച്ചിട്ടുണ്ടാവും. ചേമ്പില പോലെയാണ് കുഞ്ഞുണ്ണി മാഷ്. കോരിച്ചൊരിയുന്ന മഴയത്ത് ചേമ്പിലയെ നോക്കിയിട്ടുണ്ടോ? മഴ ആസ്വദിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് നിൽപ്പുണ്ടാവും. മഴ നിന്നാലോ വെള്ളത്തിൻ്റെ നനവ് പോലും ചേമ്പിലയിൽ ഉണ്ടാവില്ല. കപ്പിൽ കുറച്ച് വെള്ളമെടുത്ത് ചേമ്പില മലർത്തിപ്പിടിച്ച് ഒഴിച്ചു നോക്കൂ. വെള്ളം ഉരുണ്ടു കളിക്കും. ഇലയിൽ പറ്റിപ്പിടിക്കില്ല. മാഷിൻ്റെ സൗഹൃദങ്ങളും അങ്ങനെ തന്നെ. വൈരാഗ്യം സ്വയം ശീലിച്ച് സ്വായത്തമാക്കിയതാവണം. സുഹൃത്തുക്കൾ ഒരുപാടുണ്ടെങ്കിലും അവരെയൊക്കെ കാണുന്നതും അവരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നതും ഇഷ്ടമാണെങ്കിലും എന്തേ അവൻ, അയാൾ, അല്ലെങ്കിൽ അദ്ദേഹം വന്നില്ല, വരാമെന്ന് പറഞ്ഞതാണല്ലോ എന്ന് മാഷ് വേവലാതിപ്പെടുന്നത് കണ്ടിട്ടില്ല.
കുഞ്ഞുണ്ണി മാഷ് രാമകൃഷ്ണാശ്രമം കോഴിക്കോട് എന്ന വിലാസത്തിൽ ഒട്ടേറെ എഴുത്തുകൾ വരും മാഷിന്. എല്ലാ കത്തുകൾക്കും മാഷ് മറുപടി അയക്കും. ഏറെ അടുപ്പമുള്ള ഒരാൾ കത്തെഴുതുന്നത് നിർത്തി എന്നാണെങ്കിലും പരിഭവമില്ല. എഴുത്തയച്ചാലും ഇല്ലെങ്കിലും സന്തോഷം. മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി എടുത്തതാണ് മാഷെന്ന് എനിക്കറിയാം. രാഗവും ദ്വേഷവും വെടിഞ്ഞ മനുഷ്യൻ. ആശ്രമത്തിലെ അന്തേവാസി അല്ലെങ്കിലും ആശ്രമത്തിൻ്റെ അകത്തളങ്ങളിൽ ചുറ്റിക്കറങ്ങി വരുന്ന കാറ്റ് വർഷം എത്രയായി മാഷിൻ്റെ ഹോസ്റ്റൽ മുറിയിലും കയറി ഇറങ്ങുന്നു. മാഷ് എഴുതുന്നത് പകർത്തി എഴുതാനും മാഷ് പറഞ്ഞു കൊടുക്കുന്നത് എഴുതിയെടുക്കാനും ഒരു പയ്യൻ വരും ചില സായാഹ്നങ്ങളിൽ. എഴുതാൻ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴാണ് പകർത്തി എഴുതാൻ ഈ പയ്യനെ ഏർപ്പാടാക്കിയത്. ഞാൻ ചെല്ലുന്നതോടെ പയ്യൻ പേന അടച്ചു വെക്കുന്നു, പതുക്കെ സ്ഥലം വിടുന്നു. ഉറക്കം കുറവാണ് മാഷിന്. വിശക്കാതെ ഉണ്ണരുത്, ഉറങ്ങാൻ കിടക്കരുത് എന്നൊക്കെ മാഷ് എപ്പോഴും പറയും. ഉറക്കം വരുമ്പോഴേ കിടക്കാവൂ. അതിനാൽ 11 മണി കഴിയും മാഷിന് ഉറക്കം വരുമ്പോഴും ഞാൻ ലോഡ്ജിലേക്ക് മടങ്ങുമ്പോഴും. കുട്ടികളെ, നിങ്ങൾ കയ്യക്ഷരം നന്നാക്കണം. മാഷ് എപ്പോഴും അവരെ ഉപദേശിക്കും. മാഷിൻ്റെ കയ്യക്ഷരമാണെങ്കിൽ മഹാമോശം. തൻ്റെ കൈപ്പട തലയിലെഴുത്ത് പോലെയാണെന്ന് മാഷ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. ചെറുപ്പത്തിലേ അങ്ങനെയാണത്രേ. ആ കുറ്റബോധം കൊണ്ടായിരിക്കാം മാഷ് കുട്ടികളോട് കയ്യക്ഷരം നന്നാക്കണമെന്ന് പറയുന്നത്. നിത്യപരിചയം കൊണ്ട് ഞാൻ ആ കയ്യക്ഷരം അനായാസം വായിച്ചെടുക്കും. ഇപ്പോഴതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ മാഷിൻ്റെ അടുത്തുണ്ടല്ലോ. ഒരെഴുത്തെഴുതിയാൽ തനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലെന്ന് വന്നപ്പോഴാണ് മാഷ് പകർത്തി എഴുതാനും കേട്ടെഴുതാനും പയ്യനെ വെച്ചത്. കയ്യക്ഷരം തലയിലെഴുത്താണെങ്കിലും മാഷ് ഭംഗിയായി ചിത്രം വരയ്ക്കും. ആധുനിക ചിത്രകലാ സങ്കേതത്തിലാണ് വര. വലിയ ക്യാൻവാസ് വേണമെന്നൊന്നുമില്ല. വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കല്യാണക്കുറികളുടെ പുറത്തും പെയിൻറ്റിങ്ങുകൾ പ്രത്യക്ഷപ്പെടും. മാഷിൻ്റെ മേശപ്പുറത്തു നിന്ന് ചിലതൊക്കെ ഞാൻ എടുത്തുകൊണ്ടുവരും. 2-3 ചിത്രങ്ങൾ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മാഷിൻ്റെ ചില പുസ്തകങ്ങളിൽ മാഷ് വരച്ച രേഖാചിത്രങ്ങൾ കാണാം. കെങ്കേമം. അധ്യായം 7. ഭക്ഷണവിശേഷം. 8:30 ആശ്രമം അടുക്കളയിൽ നിന്ന് മാഷിൻ്റെ അത്താഴം കൊടുത്തയക്കുന്നു. പൊടിയരിച്ചോറ്, മുളകുഷ്യം, അല്ലെങ്കിൽ പുളിങ്കറി, മെഴുക്കുപുരട്ടി, അച്ചാറ്, മോര്. ഇത്തിരിയേ ഭക്ഷണം വേണ്ടൂ. രുചിയുള്ളതായിരിക്കണം. ചിലപ്പോഴൊക്കെ ഉള്ളതിലൊരോഹരി എനിക്കും തരും. പൊടിയരിച്ചോറും മുളകുഷ്യവും എന്താ സ്വാദ്! സാമ്പാറോ മസാല ചേർത്ത മറ്റു കറികളോ ഒരിക്കലെങ്കിലും മാഷിന് കൊടുത്തയക്കുന്ന പകർച്ചയിൽ കണ്ടിട്ടില്ല. ആ വക കറികളൊന്നും ആശ്രമത്തിൽ പതിവുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത്തരം ആഹാരത്തോട് മാഷിനൊട്ടും താല്പര്യവുമില്ല. സാത്വികാഹാരമാണ് പഥ്യം. എനിക്ക് തോന്നിയിട്ടുള്ളത് പൊടിയരിച്ചോറും നാടൻ കറികളും മാഷിനു വേണ്ടി ആശ്രമം അടുക്കളയിൽ പ്രത്യേകം തയ്യാറാക്കുന്നുണ്ടാവണം. മാഷ് കല്യാണം കഴിക്കാഞ്ഞത് നന്നായി. ഇതാ ഇഷ്ടഭക്ഷണം കൃത്യസമയത്ത് ഹോസ്റ്റൽ മുറിയിലെത്തുന്നു. ഭാര്യയാണെങ്കിൽ എന്തു വിളമ്പിയാലും പരാതിയുടെ പുളിപ്പും പരിഭവത്തിൻ്റെ കയ്പും കാണും. അങ്ങനാണല്ലോ കണ്ടുവരുന്നത്. മാഷെ പ്രസംഗിക്കാൻ ക്ഷണിച്ചുകൊണ്ടു പോകുന്നവർക്ക് മാഷിൻ്റെ ശീലങ്ങൾ അറിയാം. അറിയാത്തവരാണെങ്കിൽ നേരത്തെ പറഞ്ഞു വയ്ക്കും മാഷ്. രാത്രി തങ്ങേണ്ടി വരികയാണെങ്കിൽ ചുറ്റുവട്ടത്തെ ഏതെങ്കിലും വീട്ടിലായിരിക്കും ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക. അച്ഛൻ ബ്രാഹ്മണൻ, ഞായപ്പിള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസത്. തറവാട്ടിലാണെങ്കിൽ മത്സ്യമാംസാദികൾ നിഷിദ്ധം. തൃപ്രയാറടുത്ത് വലപ്പാട്ടാണ് മാഷി ജനിച്ചതും വളർന്നതും. കടൽക്കരയിലേക്ക് 2 നാഴിക ദൂരം കഷ്ടി. മുക്കുവർ കടലിൽ പോകുന്നതും തോണി നിറയെ മീനുമായി മടങ്ങി വരുന്നതും കുട്ടിയായിരിക്കുമ്പോഴേ കാണുന്ന കാഴ്ചയാണ്. മീൻകൊട്ടക്കാരുടെ കൂക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇടവഴികളിൽ നിന്ന് കേൾക്കുന്നതുമാണ്. വലുതായിട്ടും മീൻ തൊട്ടുകൂട്ടണമെന്നോ ഇറച്ചി രുചിച്ചു നോക്കണമെന്നോ തോന്നിയിട്ടില്ല. വയറ് ഭരണി പോലെ ആയിരിക്കണമെന്ന് മാഷ് എപ്പോഴും പറയും. ഭരണിയിൽ എന്തും നിറയ്ക്കാം, ഒന്നും ഭരണിയെ ബാധിക്കുന്നില്ല. ആഗ്രഹിക്കാമെന്നല്ലാതെ ആ ഭാഗ്യം കുഞ്ഞുണ്ണി മാഷിനുണ്ടായിട്ടില്ല. എത്ര ശ്രദ്ധിച്ചാലും വയറ് പലപ്പോഴും കേടാകുന്നു. ആഹാരം എത്ര കുറച്ചാലും ഇതാണ് അവസ്ഥ. മലശോധന മഹാകഷ്ടം. സുഖശോധനയുള്ളവർക്കേ ശുദ്ധമായ വയറുണ്ടാവൂ എന്നാണ് മാഷിൻ്റെ പക്ഷം. സുഖശോധന നടക്കാത്ത സ്വപ്നം മാത്രമാണ് മാഷിന്. അതുതന്നെയാണ് ദഹനക്കേടിൻ്റെ കാരണമെന്ന് മാഷിന് അസലായിട്ടറിയാം. അച്ഛൻ വൈദ്യരായിരുന്നു. അമ്മാവനും അമ്മാവൻ്റെ അമ്മാവനും വൈദ്യന്മാർ. വൈദ്യം പഠിക്കാൻ പുറപ്പെട്ടതാണ് ചെറുപ്പത്തിൽ മാഷും. പാതി വഴിയിൽ പിന്മാറി. എങ്കിലും ചൊട്ടുവിദ്യകൾ ചിലത് കയ്യിലുണ്ട്. ഉള്ളത് പറയുകയാണെങ്കിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ അവസ്ഥയാണ് എൻ്റേതും. ദഹനം പതുക്കെ. ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുമ്പോൾ വയറ് എൻ്റേതാണെന്ന് ഓർമ്മ വരില്ല. അമിതാഹാരം ചെല്ലുമ്പോൾ വയറ് കലാപമുണ്ടാക്കുന്നു.
ഇഷ്ടഭക്ഷണം ആശയ്ക്കൊത്ത് കഴിക്കാൻ വയ്യെങ്കിലും പാചകത്തെപ്പറ്റി എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും. അടുക്കളയിൽ എന്തെങ്കിലും മാഷ് കയറിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്നിട്ടും വലിയ ദേഹണ്ടക്കാരെ പോലെ കുറുക്കുകാളൻ അങ്ങനെ വെക്കണമെന്ന് മാഷ് വിസ്തരിക്കും. അവിയലിൽ ഏതൊക്കെ കഷ്ണങ്ങൾ ചേർക്കാം, എരിശ്ശേരിക്ക് തേങ്ങ വറുക്കുമ്പോൾ എത്രത്തോളം മൂപ്പാവാം ഇത്യാദി. കുട്ടിക്കാലത്തെ തറവാട്ടിലെ അടുക്കളയിൽ കുറുക്കുകാളനും അവിയലും എരിശ്ശേരിയും വെക്കുന്നത് കണ്ടു നിന്നിട്ടുണ്ടാവും മാഷ്. അവിയൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണെന്നാണ് മാഷ് പറയുന്നത്. പരദേശി ബ്രാഹ്മണരാണ് മലയാളത്തുകാരെ സാമ്പാർ ഉണ്ടാക്കാനും പഠിപ്പിച്ചത്. ഞാനും ഒട്ടും മോശക്കാരനല്ല. പായസങ്ങളിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ തറവാട്ടിലെ കുടുംബത്തിലൊരു കാരണവർ ദേഹണ്ടക്കാരനാണ്. അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപഠിച്ച ചില അറിവുകളുണ്ട്. പരിപ്പ് പ്രഥമൻ എങ്ങനെ വെക്കണമെന്ന് ഞാൻ മാഷെ പഠിപ്പിക്കും. ചെറുപയർ പരിപ്പ് രണ്ടായി പകുത്തുവെച്ച് ഒരു പകുതി ചുകക്കനെ മൂപ്പിച്ച് മറുപാതി ഇനി ഒന്നുകൂടി മൂപ്പിച്ച് രണ്ടും ചേർത്ത് ഉരുളിയിലിട്ട് അസ്സലായി വേവിച്ച് നെയ്യും ശർക്കരയും ഇട്ട് വരട്ടി മൂന്നാം പാലും രണ്ടാം പാലും ഒഴിച്ച് തിളപ്പിച്ച് പാകത്തിന് കുറുകി വരുമ്പോൾ ഒന്നാം പാല് ചേർത്ത് വാങ്ങിവെച്ച് ചുക്കും ഏലക്കായും പൊടിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തിട്ട് എന്താ മാഷേ ഒരു സ്വാദ്, ബേഷായിരിക്കും എന്ന് മാഷ്. എനിക്ക് മധുരത്തിലാണ് കമ്പം. മാഷിനോ സദ്യയ്ക്ക് വിളമ്പുന്ന കറിക്കൂട്ടുകളിൽ ഉണ്ണിയപ്പം, ഇലയട പോലുള്ള നാടൻ ചായപലഹാരങ്ങളും പ്രിയമാണ് മാഷിന്. അങ്ങനെ വിശിഷ്ട വിഭവങ്ങൾ രുചിയോടെ ചമച്ചുകൊണ്ട് രാവേറെ ചെല്ലുന്നതുവരെ ഞങ്ങളിരിക്കും. മാഷ് എപ്പോഴും പറയും, വല്ലോരും വെച്ച് നല്ലോരു വിളമ്പണം, വെളുത്ത ചോറും കറുത്ത മുഖവും പാടില്ല. മാഷ് വിസ്തരിക്കും, സദ്യയ്ക്ക് ഇല എങ്ങോട്ട് തിരിച്ചിടണം, വിഭവങ്ങൾ ഇലയുടെ ഏതേത് സ്ഥാനങ്ങളിൽ വിളമ്പണം എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ആദ്യം കുറേശ്ശെ വിളമ്പുക. രണ്ടാം വട്ടം വിളമ്പുന്നേരം അറിയാൻ പറ്റും ഉണ്ണുന്നയാൾക്ക് ഏതാണ് പഥ്യമെന്ന്. ആ വിഭവം ഇലയിൽ ബാക്കി കാണില്ല. അപ്പോൾ അത് വിളമ്പിക്കൊടുക്കണം. എപ്പോഴാ സദ്യയ്ക്ക് തൈര് വിളമ്പുക എന്നറിയോ തനിക്ക്? എപ്പോഴാ? നെയ്യും പരിപ്പും പപ്പടവും കൂട്ടി ഒരു ഉരുള, പിന്നെ സാമ്പാർ ഒഴിച്ച് ഇത്തിരി ചോറ്, അതിനുശേഷം രസം കൂട്ടി ഉണ്ണണം. ഇപ്പോൾ ഇല വൃത്തിയാക്കി പായസത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇലത്തലപ്പിൽ പുളിയിഞ്ചിയും നാരങ്ങയും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പായസം കഴിക്കുമ്പോൾ തൊട്ട് നക്കാൻ. ആദ്യം പാലട, ശേഷം ശർക്കര കൊണ്ടുള്ള പായസം. ശർക്കര പായസം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പാലട വാങ്ങരുത്, മധുരം കുറയും. പായസം ഗ്ലാസ്സിൽ വാങ്ങരുത്, ഇലയിൽ ഒഴിച്ചു വേണം കഴിക്കാൻ. ഞാൻ ഇലയിലൊഴിച്ചാ മാഷെ കഴിക്കാറ്. നന്നായി. ഇനിയാണ് തൈര് കൂട്ടി ഉണ്ണേണ്ടത്. മധുരത്തിൻ്റെ മപ്പ് കുറയ്ക്കും, ദഹനത്തിനും നല്ലതാണ്. ഇങ്ങനെ വിസ്തരിച്ചുള്ള ഊണൊന്നും എനിക്കും മാഷിനും പറഞ്ഞിട്ടുള്ളതല്ല, സങ്കല്പിക്കാമല്ലോ. ചെറുകാടിൻ്റെ ഊണിനെപ്പറ്റി കുഞ്ഞുണ്ണി മാഷ് എപ്പോഴും പറയും. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ചെറുകാടിനെ വലിയ മതിപ്പാണ് മാഷിന്. ചെറുകാടിനെ പറ്റിയുള്ള ഓർമ്മക്കുറിപ്പിൽ മാഷ് ഇങ്ങനെ എഴുതി, സാധാരണ നിലയിൽ ആരുണ്ണുന്നതും നോക്കി നിൽക്കുക രസമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് കുഞ്ഞിരാമൻ നായർ ഉണ്ണുന്നത്. എന്നാൽ ചെറുകാടിൻ്റെ ഊണാകട്ടെ ഒരിക്കൽ കണ്ടാൽ പിന്നെ ടിക്കറ്റ് എടുത്ത് ചെന്നിരുന്ന് കാണാൻ തോന്നും. അത്ര അടുക്കും ചിട്ടയുമുണ്ടതിന്. ചെറുകാടിൻ്റെ അടുക്കളയിലിരുന്നും പല സാഹിത്യ ക്യാമ്പുകളിലിരുന്നും ചില സദ്യകളിലിരുന്നും പാകത്തിന് വിഭവമുള്ളതും വിഭവസമൃദ്ധവുമായ ഊണ് ചെറുകാട് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഉണ്ണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഭരണി പോലെയാണ് ചെറുകാടിൻ്റെ വയറ്. ഭാഗ്യവാൻ അല്ലേ മാഷേ? അതിഭാഗ്യവാൻ എന്ന് പറയണം. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണിക്കാലം എന്ന പുസ്തകത്തിലെ ഭക്ഷണവിശേഷം എന്ന 7ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.